السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യ ശത്രുവാണ് പിശാച്, ശൈത്താൻ എന്നുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തു ഫാത്തിറിലൂടെ നമ്മെ അറിയിച്ചു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും പിശാച് നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ പിശാചിനെ ശത്രുവായി തന്നെ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, നരകാവകാശികളിൽ നമ്മൾ എത്തിച്ചേരുക എന്നതാണ് അവൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തി, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വുൻ. എനിക്ക് പുറമെ പിശാചിനെയും അവൻ്റെ സന്താനങ്ങളെയുമാണോ നിങ്ങൾ ഉറ്റ മിത്രമായി സ്വീകരിക്കുന്നത്? വഹും ലക്കും അദുവ്വുൻ, അവരാകട്ടെ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. എന്നിട്ടും അവരെ നിങ്ങൾ ഉറ്റമിത്രമായി സ്വീകരിക്കുകയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മറ്റൊരായത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ ഗുണകാംക്ഷയോടുകൂടി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യകുലത്തെ മുഴുവനും അല്ലാഹു വിളിച്ചു, യാ ബനീ ആദം, അല്ലയോ ആദമിൻ്റെ സന്താനങ്ങളെ, ലാ യഫ്തിനന്നകുമു ശൈത്താനു, പിശാച്, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ, അഥവാ അവൻ്റെ കെണിയിൽ നിങ്ങൾ വീണുപോകരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, അവൻ നിങ്ങളെ ഫിത്നയിലാക്കി കഴിഞ്ഞാൽ, കുഴപ്പത്തിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കാൻ കാരണമായിട്ടുണ്ട്. പിശാചിൻ്റെ കെണിയിൽ, ഫിത്നയിൽ ഒരു വേള വീണുപോയതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ ഉപ്പയും ഹവ്വാ നമ്മുടെ ഉമ്മയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടാനുള്ള കാരണമായി തീർന്നത്. അതുകൊണ്ട് അല്ലാഹു ആ ചരിത്രം, ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മോടുള്ള ഗുണകാംക്ഷയാണ് റബ്ബിൻ്റെ. ലാ യഫ്തിനന്നകുമു ശൈത്താൻ, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയരുത്, ഫിത്നയിലാക്കി കളയരുത്, കുഴപ്പത്തിലാക്കി കളയരുത്. സഹോദരങ്ങളെ, പിശാചിന് മനുഷ്യരോടുള്ള അടങ്ങാത്ത പക എന്നുള്ളത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. പിശാചിൻ്റെ പക എന്നത്, കടുത്ത ദേഷ്യമെന്നത് നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മെ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പയോടുള്ള ആ ഒടുങ്ങാത്ത പക, അത് അള്ളാഹുവിനോട് വെല്ലുവിളി സ്വരത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പിശാച് പുറത്തേക്കിറങ്ങിയത്. ഫബിഇസ്സതിക, അള്ളാഹുവിൻ്റെ പ്രതാപത്തെ പിടിച്ച് ഇബ്ലീസ് സത്യം ചെയ്യുകയാണ്. ഫബിഇസ്സതിക്, അള്ളാഹുവേ നിൻ്റെ പ്രതാപം തന്നെ സത്യം. ലഉഗ്വിയന്നഹും അജ്മഈൻ, മനുഷ്യരെ, ആദമിൻ്റെ മക്കളെ മുഴുവനും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നീ ഇഖ്ലാസ് ഇട്ട് നൽകിയ, ഇഖ്ലാസുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വഴികേടിലാക്കി കളയും എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്ത് സത്യം ചെയ്ത് പുറത്തേക്കിറങ്ങിയവനാണ് ഇബ്ലീസ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ, അദ്ദേഹം സൂറത്തു അൽ ഫാത്തിഹയുടെ തഫ്സീറിൽ അൽ ഇസ്തിആദ അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, വലാ യബ്തഗി ബിഗൈരി ഹലാകി ബിനി ആദം, പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആദമിൻ്റെ പുത്രൻ്റെ, മനുഷ്യൻ്റെ ഹലാക്കല്ലാതെ, നാശമല്ലാതെ അവൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ നേർക്ക് നേരെ കാണാവുന്ന ഒരു ശത്രുവിനേക്കാൾ നാം ജാഗ്രത കൈക്കൊള്ളേണ്ടത് നമ്മൾ കാണാത്ത എന്നാൽ നമ്മെ കാണുന്ന ഒരു ശത്രുവിൻ്റെ കാര്യത്തിലാണ്. അഥവാ മുഖ്യ ശത്രുവായ പിശാചിൻ്റെയും അവൻ്റെ സന്താനങ്ങളുടെയും അവൻ്റെ കൂട്ടാളികളുടെയും കുതന്ത്രങ്ങളിൽ നമ്മൾ വീണുപോവാതിരിക്കാൻ അഹോരാത്രം നമ്മൾ പരിശ്രമിക്കണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പിശാച് മനുഷ്യനെ വഞ്ചിച്ചു കളയും. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ പറഞ്ഞു, കമസലി ശൈത്താൻ, പിശാചിൻ്റെ ഉദാഹരണം, ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, അവൻ മനുഷ്യനോട് പറയും ഉക്ഫുർ, നീ നിഷേധിക്കുക, നീ കാഫിറാവുക, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ചു കളയുക, കുഫ്ർ ചെയ്യുക. ഫലമ്മ കഫർ, അങ്ങനെ പിശാചിൻ്റെ ആ ദുർബോധനത്തിൽ കീഴടങ്ങി അതിന് വഴിപ്പെട്ട് കുഫ്ർ ചെയ്തു കഴിഞ്ഞാൽ, നന്ദികേട് ചെയ്തു കഴിഞ്ഞാൽ, ഖാല, ശൈത്താൻ പറയും, പിശാച് പറയും, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവനാകുന്നു, എനിക്കും നിനക്കുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, പരലോകത്ത് ഖിയാമത്ത് നാളിൽ ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവൻ പറയും, ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുവിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ആ ശത്രുവിനെക്കുറിച്ച് പറഞ്ഞു തന്ന ഏതാനും ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അതേ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ ദീനിൽ ആ ശത്രുവിൽ നിന്നുള്ള രക്ഷാ കവചങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു രോഗം അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നും ഇറക്കിത്തരും. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നാം കൈക്കൊള്ളേണ്ട ചില രക്ഷാ കവചങ്ങളെക്കുറിച്ചാണ് ഈ അവസരത്തിൽ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പിശാചിൻ്റെ കുതന്ത്രം എന്നുള്ളത് അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ, ഉലമാക്കൾ, മുഫസ്സിറുകൾ പറഞ്ഞതാണ്, നമ്മൾ കാണാത്ത എന്നാൽ നമ്മെ കാണുന്ന ശത്രുവിനെ നാം കൂടുതൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം. കാരണം അവൻ്റെ ഉപദ്രവം ഏത് വഴിയിലൂടെയാണ് വരിക എന്ന് പറയാൻ സാധിക്കുകയില്ല.
അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അറിയിച്ചതുപോലെ ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അടിമകളുടെ മുൻപിലൂടെയും പിൻഭാഗത്തുകൂടിയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും എല്ലാ അർത്ഥത്തിലും അവരെ ഞാൻ പിഴപ്പിക്കും എന്ന് പറഞ്ഞവനാണ് പിശാച്, ഇബ്ലീസ്, അവൻ്റെ കൂട്ടാളികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശൈത്താനിൽ നിന്ന്, അവൻ്റെ കൂട്ടാളികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാകവചങ്ങളിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനിൽ നിന്നും കാവലിനെ ചോദിക്കുക എന്നുള്ളതാണ്. നമ്മെ രണ്ടു കൂട്ടരെയും രണ്ടു വിഭാഗത്തെയും ഒരുപോലെ കാണുന്ന, നിരീക്ഷിക്കുന്ന, നിയന്ത്രിക്കുന്ന സർവ്വലോകങ്ങളുടെയും റബ്ബായ സൃഷ്ടാവായ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു അതറിയിച്ചു തന്നിട്ടുണ്ട്. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ, ശൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുർബോധനവും ഉണ്ടായാൽ ഫസ്തഇദ് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് ഇസ്തിആദ തേടുക, കാവലിനെ ചോദിക്കുക, അള്ളാഹുവിൽ അഭയം തേടുക. കാരണം ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. നോക്കൂ സഹോദരങ്ങളെ, ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിച്ചു തന്നതാണ്, നമുക്കറിയിച്ച് നൽകിയതാണ്. പിശാചിൽ നിന്ന് നസ്ഗുണ്ടാകും, ദുർബോധനങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ ചൊല്ലാറുണ്ടായിരുന്നു. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഇസ്തിആദയുടെ രൂപമാണ്. എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി, അവൻ്റെ രാഗത്തിൽ നിന്ന്, അവൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അവൻ്റെ കുറുകലുണ്ടാകും, അവൻ്റെ രാഗമുണ്ടാകും, അവൻ ദുർബോധനമുണ്ടാക്കും, അവൻ്റെ കെടുതി, അവൻ്റെ ഉപദ്രവങ്ങൾ, ഈ പറഞ്ഞതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും സഹോദരങ്ങളെ നമുക്ക് കാവലിനെ ചോദിക്കാനില്ല, ഒരാളോടും അഭയം തേടാനില്ല. അള്ളാഹുവിനോട് മാത്രമാണ് നമുക്ക് അഭയം തേടാനുള്ളത്. ഏത് കാര്യത്തിലായാലും അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കേണ്ടത്, അള്ളാഹുവാണ് നമുക്ക് അഭയം നൽകേണ്ടത്. അതുകൊണ്ട് ആ റബ്ബിനോട് നമ്മൾ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, കുതന്ത്രങ്ങളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുക, അഭയം തേടുക എന്നതാണ് ഒന്നാമത്തെ രക്ഷാ കവചമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഈ അൽ ഇസ്തിആദ എന്നത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ രക്ഷാകവചം എന്നുള്ളത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുള്ള മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമാ. ഈ രണ്ട് സൂറത്തുകളെ കൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഒരാൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നില്ല. അതിനു മാത്രം ആശയസമ്പുഷ്ടമായ സൂറത്തുകളാണവ. ആ സൂറത്തുകൾ സഹോദരങ്ങളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലത്തെ ദിക്റുകളുടെ കൂട്ടത്തിൽ 3 തവണ മുഅവ്വിദാത്തുകൾ അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരത്തെ ദിക്റുകളുടെ കൂടെ ഈ സൂറത്തുകൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സൂറത്തുകൾ ഓതി കൈകളിലേക്ക് ഊതി ശരീരത്തിൽ തടവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഅവ്വിദാത്തുകൾ മുഅവ്വിദതൈൻ അത് പാരായണം ചെയ്യുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ള രക്ഷാകവചമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 3-ാമത്തെ കാര്യം സഹോദരങ്ങളെ, ആയത്തുൽ കുർസിയുടെ പാരായണമാണ്. ആയത്തുൽ കുർസി എന്നത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. ആയത്തുൽ കുർസി 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു സംഭവം, ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സകാത്തിൻ്റെ മാൽ, സമ്പത്ത് അത് സൂക്ഷിക്കാൻ അതിൻ്റെ കാവൽക്കാരനായി ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് ഒരാൾ വന്നുകൊണ്ട് അതിൽ നിന്ന് എടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളുടെ കൈ പിടിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി. നീ ഉറങ്ങാൻ വേണ്ടി നിൻ്റെ കിടപ്പറയിലേക്ക്, കിടക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ. അങ്ങനെ നീ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിനക്കൊരു സംരക്ഷകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തും. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. നേരം പുലരുന്നത് വരേക്കും ശൈത്താൻ, പിശാച് നിന്നിലേക്ക്, നിൻ്റെ അടുക്കലേക്ക് അടുത്തു വരികയുമില്ല. ഈ കാര്യം പറഞ്ഞ് അയാൾ പോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ സംഭവം ഉണ്ടായി, വന്നയാൾ ഇത് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖക, ആ പറഞ്ഞത് സത്യമാണ്. വഹുവ കദൂബുൻ, എന്നാൽ ആ പറഞ്ഞവൻ പെരും കള്ളനുമാണ്. ദാക ശൈത്താനുൻ, ആ പറഞ്ഞവൻ ശൈത്താനാണ്. ഈ ഹദീസിൽ സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം അംഗീകരിക്കുകയാണ്. പറഞ്ഞത് ശൈത്താനാണ്, പക്ഷേ ആ പറഞ്ഞത് സത്യമാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ആ കാര്യം എന്താണ്? ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഒരു സംരക്ഷകനെ അയാൾക്ക് ഏർപ്പെടുത്തി കൊടുക്കും. നേരം പുലരുന്നത് വരെ പിശാച് അടുക്കുകയുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആയത്തുൽ കുർസി എന്നത് രക്ഷാകവചമാണ്. പിശാച് അടുക്കാതിരിക്കാനും അവൻ്റെ ദുർബോധനത്തിൽ നമ്മൾ വീഴാതിരിക്കാനും അത് നമുക്ക് ഏൽക്കാതിരിക്കാനും ആയത്തുൽ കുർസി എന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് അത് നമ്മെ സഹായിക്കും. 4-ാമത്തെ രക്ഷാകവചം എന്നുള്ളത് സൂറത്തുൽ ബഖറ, അത് പരിപൂർണമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മഖ്ബറകളാക്കരുത്. അഥവാ വീടുകളിൽ ദിക്റുകളോ നിസ്കാരങ്ങളോ ഇല്ലാത്ത
ഖബർസ്ഥാനം പോലെ ആക്കരുത്. ഈ ഹദീസ് തെളിവുപിടിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, മഖ്ബറകളിൽ ദിക്റുകളോ നിസ്കാരങ്ങളോ പാടുള്ളതല്ല. ആകെ അവിടെ അനുവദനീയമായിട്ടുള്ളത് മയ്യിത്ത് നിസ്കാരം എന്നത് മാത്രമാണ്. അതല്ലാത്ത മറ്റുള്ള ഇബാദത്തുകൾ ഖബറിനരികിൽ പാടുള്ളതല്ല എന്നതിന് ഈ ഹദീസ് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചതായി നമുക്ക് കാണാം. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, തീർച്ചയായും ശൈത്താൻ പിശാച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നും ഓടി രക്ഷപ്പെടും, ഓടിയകലും. സഹോദരങ്ങളെ, ഇത് പറയുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ മഖ്ബറകളാക്കരുത്. ദിക്റുകളില്ലാതെ, ഖുർആൻ പാരായണങ്ങളില്ലാതെ, നിസ്കാരമില്ലാതെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഐച്ഛിക നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ അത് വീടുകളിലാണ് ഉത്തമം. ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ മഖ്ബറകൾ പോലെ ആക്കി തീർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത്, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നും പിശാച് ഓടിയകലും. സൂറത്തുൽ ബഖറ മുഴുവൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിനൊരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. എല്ലാ ദിവസവും പാരായണം ചെയ്യണോ, അതല്ല ഇടവിട്ട് പാരായണം ചെയ്യണോ, ഇങ്ങനെ പല ചർച്ചകളുമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിരുപാധികമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്ക് സാധിക്കുന്നത് പോലെ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കുഴപ്പമില്ല. എങ്ങനെയാണോ സാധിക്കുന്നത് ഒരാൾക്കത് ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സൂറത്തുൽ ബഖറയുടെ ശ്രേഷ്ഠതയാണ്. അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല, പിശാച് ഓടി രക്ഷപ്പെടും. കാരണം ആ സൂറത്തിലാണ് തൊട്ടു മുന്നേ പറഞ്ഞ മഹത്തായ ആയത്തുള്ളത്, ആയത്തുൽ കുർസിയുള്ളത്. അള്ളാഹുവിൻ്റെ അനേകം വിശേഷണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള മഹത്തായ ആയത്ത് അടങ്ങുന്ന സൂറത്തുൽ ബഖറ, അതിൻ്റെ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ ഈ അറിയിക്കുന്നത്. അതുകൊണ്ട് ശൈത്താനിൽ നിന്നുള്ള രക്ഷാ കവചമായി സൂറത്തുൽ ബഖറയുടെ പാരായണം അത് പതിവാക്കാൻ നമുക്ക് സാധിക്കും. അത് പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ്. അഞ്ചാമത്തെ, പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമായി നമുക്ക് കാണാം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 മഹത്തായ ആയത്തുകളുടെ പാരായണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറതി ഫീ ലൈലത്തിൻ കഫതാഹു, ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാത്രിയിൽ അയാൾക്കത് മതിയായതാണ്. അഥവാ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും, അവൻ്റെ പങ്കാളിത്തത്തിൽ നിന്നും, അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നുമെല്ലാം കഫതാഹു, മതിയായതാണ്. കഫതാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം അറിയിക്കുകയാണ്. ഒരാൾക്കത് മതിയായതാണ്, എല്ലാ കാര്യത്തിലും അവനത് മതിയായതാണ്. പിന്നെ ഇനി അങ്ങോട്ട് വേറെ ചിന്തിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ആയത്തുൽ കുർസിയും ആയത്തുൽ കുർസിക്ക് ശേഷം സൂറത്തുൽ ബഖറയിലെ ഈ അവസാനത്തെ 2 ആയത്തുകൾ അഥവാ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ, അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവാക്കാൻ നമ്മൾ വിട്ടുപോകരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലുള്ള വലിയൊരു ഫിത്ന എന്താണ്? വലിയൊരു കുഴപ്പം, വലിയൊരു പിശാചിൻ്റെ തന്നെ കുതന്ത്രം എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഉപകരണമാണ്. ഇതുമായി നേരെ നമ്മൾ കിടക്കയിൽ പോയി കിടക്കും.
പിന്നെ വുദൂഉം ഉണ്ടാവുകയില്ല, ദിക്റുകളും ഉണ്ടാവുകയില്ല, ആയത്തുൽ കുർസിയും ഉണ്ടാവുകയില്ല, ഈ പറഞ്ഞ അവസാനത്തെ 2 ആയത്തുകളും ഉണ്ടാവുകയില്ല. അങ്ങനെ കിടന്നുറങ്ങും. എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉള്ളവർ സുബഹിന് എഴുന്നേൽക്കും, അല്ലാത്തവർ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നതായി പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ അഭയം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒരു കാവൽക്കാരനെ. അൽ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ഒരുപാട് ശമ്പളം കൊടുത്ത്, വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് ഒരു കാവൽക്കാരനെ നിന്റെ അടുക്കൽ നിർത്തുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് അള്ളാഹു നിനക്ക് നൽകുന്ന കാവൽക്കാരൻ. സുബഹി വരെ അള്ളാഹുവാണ് നൽകുന്നത് ഒരു കാവൽക്കാരനെ. ഒരു ഉപദ്രവവും ഏൽക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുകയാണ്. നമ്മൾ എത്ര പൈസ കൊടുത്ത് സെക്യൂരിറ്റി നിർത്തിയിട്ടും കാര്യമില്ല. ചിലപ്പോൾ അയാൾ ഉറങ്ങിപ്പോകും. ചിലപ്പോൾ മാനുഷികമായ ന്യൂനതകളും കുറവുകളും അയാളിൽ ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹു ഏൽപ്പിക്കുന്ന ഒരു ഹാഫിൽ, ഒരു സംരക്ഷകൻ, അള്ളാഹുവിൻ്റെ മലക്ക്, അത് സഹോദരങ്ങളെ വലിയ കാര്യമാണത്. അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ രൂപത്തിൽ ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മാതൃകയാണ് നമ്മുടെ മക്കൾക്ക്. നമ്മൾ ഈ സാധനം പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കിടന്നുറങ്ങിയാൽ നമ്മുടെ മക്കൾ അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളും കിടന്നുറങ്ങുക. നമ്മുടെ ഭാര്യയും കുടുംബവും ഒക്കെ അങ്ങനെ തന്നെയാണ് കിടന്നുറങ്ങുക. നമ്മൾ മാതൃകാ യോഗ്യരായിരിക്കണം അവർക്ക്. വുളൂ ചെയ്തു വന്നിരുന്ന് ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ദിക്റുകൾ ചൊല്ലി, നേരത്തെ പറഞ്ഞതുപോലെ മുഅവ്വിദാത്തുകൾ ഓതി ശരീരത്തിൽ ഊതി, ആ രൂപത്തിൽ ദിക്റുകളുമായി അങ്ങനെയുള്ള ഒരു ആത്മചൈതന്യത്തോടുകൂടി കിടന്നുറങ്ങാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രക്ഷാ കവചങ്ങളാണിത്. അതിനെല്ലാം അവഗണിച്ചിട്ട് പലരും പറയും ഉറക്കം കിട്ടുന്നില്ല, രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഒരു സമാധാനമില്ല. എങ്ങനെയാണ് പ്രിയമുള്ളവരെ സമാധാനം കിട്ടുക? ദിക്റുകളിലൂടെയാണ് സമാധാനമുള്ളത്, ദിക്റുകളിലൂടെയാണ് ആശ്വാസമുള്ളത്. എത്ര ഉറക്കുകളി കുടിച്ചിട്ടും കാര്യമില്ല, അതൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ശുദ്ധിയോടെ ദിക്റുകളോടുകൂടി ആ രൂപത്തിൽ കിടന്നുറങ്ങിയാൽ സുഖസുന്ദരമായി കിടന്നുറങ്ങാം. ഒരു ശല്യവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ. അതും സഹോദരങ്ങളെ പ്രത്യേകിച്ച് നേരത്തെ കിടക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വൈകി കിടന്നുറങ്ങി സുബഹി ഖളാ ആക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഉറങ്ങിപ്പോയ ഉതിറുണ്ടല്ലോ എന്നാണ്. ഉറങ്ങിപ്പോയാൽ ഉറക്കം ചട്ടി അപ്പോൾ നിസ്കരിച്ചാൽ മതി. ഇതെന്നെ സ്ഥിരാക്കിയാലോ? ഒരുത്തർ ഇത് തന്നെ സ്ഥിരമാക്കിയിട്ട് ഉറക്കം ഒരു ഉതിറാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഉതിറല്ല. ഒരുത്തർ കിടക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള നിഷേധമായ കാര്യമായി തീരും അത്. കാരണം ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ടതില്ല എന്നാണ് ഉദ്ദേശമെങ്കിൽ വലിയ അപകടത്തിലാണ് അവനുള്ളത്. രാവിലെ എഴുന്നേൽക്കാനുണ്ട്, ഇബാദത്തുകൾക്ക് വേണ്ടി എഴുന്നേൽക്കണം. സുബഹയുടെ ഒരല്പം മുന്നേ എഴുന്നേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഇറങ്ങി വരികയും എന്നിട്ട് അടിമകളായ നമ്മളോട് ചോദിക്കും, മയ്യദ്ഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. വമയസ്അലുനി, ആരുണ്ട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. വമയസ്തഗ്ഫിറുനി, ആരുണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ രാത്രിയിലും, രാത്രി 3 വീതിച്ചാൽ അതിൽ അവസാനത്തെ ഭാഗം ബാക്കിയാകുമ്പോൾ ഇത് പറയും. നമ്മൾ നേർക്ക് നേരെ കേട്ടിട്ടില്ലെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണിത്. അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റ്, ആ സമയം സെഹറിൻ്റെ അത്താഴത്തിൻ്റെ സമയമാണത്. അള്ളാഹു മുഅ്മിനീങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതും നഷ്ടപ്പെട്ട്, ഫർളും നഷ്ടപ്പെട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ എങ്ങനെയാണ് വീടുകളിൽ സമാധാനമുണ്ടാവുക?
എങ്ങനെയാണ് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുക? എങ്ങനെയാണ് ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുക? എപ്പോഴും പ്രശ്നം, എപ്പോഴും പരാതി, എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും പ്രയാസം, എപ്പോഴും കടക്കണി. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ദിക്റുകളോ ദുആകളോ ഇതൊന്നുമില്ലാതെ അങ്ങനെ കിടന്നുറങ്ങുക, എഴുന്നേറ്റു, നീ മരിച്ചാൽ അങ്ങനെ തന്നെ പോവുക. ഈ രൂപത്തിലൊക്കെ നിസാരമായി ജീവിതത്തെ കാണുന്ന ആളുകൾ വലിയ അപകടത്തിലാണ് അവരുള്ളത്. നോക്കൂ, ഇവിടെ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷാ കവചങ്ങളായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സഹോദരങ്ങളെ, സഹോദരിമാരെ, വെറുതെയാണോ? ഒരിക്കലുമല്ല. അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രവർത്തിച്ചു നോക്കൂ, പ്രാവർത്തികമാക്കി നോക്കൂ. സുഖസുന്ദരമായി ഉറങ്ങാം, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അതെത്ര പൈസ തലയണക്ക് പകരം കെട്ടിവെച്ചാലും ഈ പറഞ്ഞ സമാധാനം കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമാധാനം അത് സമ്പത്തിൻ്റെ കൂമ്പാരം തലയുടെ ഭാഗത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഇതൊന്നുമില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമാധാനം വലിയ കാര്യമാണത്. അത് പ്രിയമുള്ളവരെ അനുഭവിച്ചാലേ അതിൻ്റെ മാധുര്യം നമുക്ക് കിട്ടുകയുള്ളൂ. പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുകയില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രാത്രിയിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ ഒരാൾക്കത് മതിയായതാണ്. കഫതാഹു, അത് മതിയായതാണ്. 6ാമത്തെ കാര്യം, പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് 100 തവണ ഒരു ദിവസം ചൊല്ലുക. എല്ലാവർക്കും സുപരിചിതമായ ദിക്റുകളാണ്, മഹത്തായ വാക്കുകളാണ്, വചനങ്ങളാണ് അതിലുള്ളത്. ഒരു ദിവസം 100 തവണ അതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാനത് ലഹു അദ്ല 10 റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും. വകുതിബത് ലഹു 100 ഹസന, 100 നന്മകൾ അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ, ചെറുപാപങ്ങൾ അയാളിൽ നിന്നും മായ്ക്കപ്പെടും. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസിയ, ആ ദിവസം മുഴുവനും വൈകുന്നേരമാകുന്നത് വരേക്കും പിശാചിൽ നിന്നുമുള്ള സംരക്ഷണമാണ് ആ 100 തവണയുള്ള ചൊല്ലൽ. സഹോദരങ്ങളെ, ഇത് ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയാലേ നമുക്കിത് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് അതിനാണ് നമ്മൾ ചോദിക്കേണ്ടത്, തൗഫീഖിനോട് ചോദിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. പിശാചിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. 7ാമത്തെ കാര്യം, പിശാചിൽ നിന്നും രക്ഷ നേടാനുള്ള രക്ഷാകവചമായി 7ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രിയിൽ ഉറക്കത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് പലപ്പോഴും നമ്മിൽ പലരും. ആ സമയത്ത് ദിക്ർ ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഫസിഅ അഹദുകും മിനൻ നൗമി, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ,
അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാതി ശയാതീനി വഅൻ യഹ്ദുറൂൻ. അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്കുകൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ഗളബിഹി അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, വഇഖാബിഹി അവൻ്റെ ശിക്ഷയിൽ നിന്ന്, വശർരി ഇബാദിഹി അവൻ്റെ അടിമകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, വമിൻ ഹമസാതി ശയാതീൻ പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന്, വഅൻ യഹ്ദുറൂൻ പിശാജ് അടുത്തേക്ക് ഹാദിറാവുന്നതിൽ നിന്നും. ഇതൊരാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹാ ലൻ തദുറഹു, ആ ഞെട്ടി ഉണരൽ അവനെ ഒരിക്കലും ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. അപ്പോൾ നമ്മൾ ഞെട്ടി ഉണർന്നാൽ ചൊല്ലാൻ പറയാൻ പഠിപ്പിച്ച വാചകത്തിൽ വമിൻ ഹമസാതി ശയാതീനി വഅൻ യഹ്ദുറൂൻ പിശാജിൻ്റെ ദുർബോധനം, അതുപോലെ അവൻ ഹാദിറാവൽ അവൻ അടുത്തേക്ക് വന്ന് ഉണ്ടാക്കുന്ന കെടുതികൾ, അവൻ്റെ ദുർബോധനം, അവൻ്റെ കുറുകൽ, ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്കുകൾ മുഖേന കാവലിനെ ചോദിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എട്ടാമത്തെ കാര്യം, പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള രക്ഷാ കവചമായി നാം ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാ എന്ന അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ചൊല്ലുക എന്നതാണ്. പ്രത്യേകിച്ച് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അഥവാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മുഖ്യ ശത്രുവിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അർറജുലു ബൈതഹു, ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫദകറ അല്ലാഹ ഇൻദ ദുഖൂലിഹി, അയാൾ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചു, അഥവാ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. വഇൻദ തുആമിഹി, എന്നിട്ട് വീട്ടിലേക്ക് കയറി ഭക്ഷണപാനീയങ്ങൾ നുകരുമ്പോഴും ബിസ്മില്ലാ എന്ന് അയാൾ പറഞ്ഞു. ഖാല ശൈത്താനു, ഇത് കേട്ടാൽ ശൈത്താൻ പിശാച് പറയും, ലാ മബീത ലക്കും വലാ അശാ, കൂട്ടാളികളായ പിശാചുക്കളോട് ഒരു ശൈത്താൻ പറയും, നിങ്ങൾക്കിന്ന് താമസമോ ഭക്ഷണമോ ഈ വീട്ടിലില്ല, സ്ഥലങ്കാലേക്കോളി എന്ന് പറയും. നേരെ തിരിച്ച് വഇദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചില്ല, ബിസ്മി പറഞ്ഞില്ല. അങ്ങനെ ഒരാൾ പ്രവേശിച്ചാൽ ഖാല ശൈത്താനു, ശൈത്താൻ പറയും, അദ്റക്തുമുൽ മബീത, ഇതാ ഇന്നിവിടെ താമസം കിട്ടിയിട്ടുണ്ട്, താമസം ഉറപ്പായിട്ടുണ്ട് എന്ന് മറ്റുള്ള പിശാചുക്കളോട് പറയും. വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ തുആമി, ഇനി ഇയാൾ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞില്ല, അള്ളാഹുവിനെ ഓർത്തില്ല എങ്കിൽ ഖാല, ആ ശൈത്താൻ പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, ഇതാ ഇന്ന് താമസവും ഭക്ഷണവും ഇവിടെ കിട്ടിയിരിക്കുന്നു, ഫുഡും അക്കോമഡേഷനും കിട്ടിയിരിക്കുന്നു. ആരാണ് നമ്മുടെ വീട്ടിൽ പാർപ്പിക്കുന്നത്? ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന പിശാചിന്, അവൻ്റെ കൂട്ടാളികൾക്ക്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അശ്രദ്ധമാകുന്നത് പോലെ തന്നെയാണ് വീടുകളിലേക്ക് കയറുമ്പോഴും പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലായി പോവുക. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മി പറഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് കയറാനും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം.
അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് കയറി വരും. ശൈത്താന്മാരെയും കൂട്ടിയിട്ടാണ് വരിക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ വീട്ടിൽ സമാധാനമില്ല, വീട്ടിലൊരു ആശ്വാസമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം, വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നം, വാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നം, പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം. എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രശ്നങ്ങളില്ലാതിരിക്കുക? ആരാണ് കൂടെയുള്ളത്? ആർക്കാണ് താമസവും ഭക്ഷണവും കൊടുത്ത് തീറ്റി പോറ്റുന്നത്? ആരാണ് കൂടെയുള്ളത്? നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന പിശാചുക്കളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എട്ടാമത് പറഞ്ഞ ഈ കാര്യം. അതുപോലെ തന്നെയാണ് ബിസ്മി പറയേണ്ട അനേകം സന്ദർഭങ്ങളുണ്ട്. വസ്ത്രം അഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് ഓരോന്നും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അത് പ്രവർത്തിക്കണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഒൻപതാമത്തെ രക്ഷാ കവചമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അനാവശ്യമായ നോട്ടങ്ങൾ, അമിതമായ ഭക്ഷണം, അമിതമായ സംസാരം, അമിതമായ കൂടിക്കലരലുകൾ, കൂട്ടുകെട്ട്, സഹവാസം, കമ്പനിയടി, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അനാവശ്യമായ നോട്ടങ്ങൾ നേർക്കുനേരെ ഹറാമല്ലെങ്കിലും ഹറാമല്ലാത്ത കാര്യമായിരിക്കും, അതിൽ വ്യാപൃതനായി സമയം കഴിക്കുക എന്നത്, ചിലവഴിക്കുക എന്നത് പിശാച് നമ്മെ കീഴടക്കാൻ അത് കാരണമായി തീരും. ഹറാമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെയുള്ള വിനോദത്തിൽ ഏർപ്പെട്ടാൽ കളി തന്നെ കളി, ആരോഗ്യം നന്നാക്കാനാണ് കളി, ശരിയാണ്. സ്ഥിരമായി കളിയായാലോ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാണലുകളായാലോ അത് അനാവശ്യമാണ്. അത്തരം അനാവശ്യമായ നോട്ടങ്ങൾ, അതുപോലെ തന്നെ അമിതമായ ഭക്ഷണം, ഒരുപാട് തിന്നുക എന്നുള്ളത്, ധാരാളമായി ഭക്ഷണം കഴിക്കുക എന്നത് അത് നമുക്ക് അനുയോജ്യമല്ല. അതുപോലെ തന്നെയാണ് അമിതമായ സംസാരം, വൃദ്ധം സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാലോ ചിലപ്പോൾ കളവുണ്ടാകും, ചിലപ്പോൾ ഗീബത്തുണ്ടാകും, ചിലപ്പോൾ നമീമത്തുണ്ടാകും. തുടക്കത്തിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ കമ്പനി അടിച്ചതായിരിക്കും. തുടക്കം ചിലപ്പോൾ നല്ലതായിരിക്കും, പിന്നെ അങ്ങോട്ട് ശൈത്താൻ നമ്മെ കീഴടക്കി കളയും. അതുപോലെ തന്നെയാണ് അനാവശ്യമായ കൂടിച്ചേരലുകൾ, വെറുതെ ഇങ്ങനെ കമ്പനി അടിക്കുക. മസ്ജിദുകളിലാവട്ടെ, പുറത്താവട്ടെ, എവിടെ ആവട്ടെ, അനാവശ്യമായ കൂട്ടുകെട്ടും സഹവാസവും കമ്പനി അടിക്കലും ഇതൊക്കെ നേർക്ക് നേരെ ഹറാമല്ലെങ്കിലും അത് അമിതമായാൽ അത് നമ്മൾ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഹലാലല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നോക്കി നിന്നു, കുറേ നേരം നോക്കി നിന്നാൽ പിന്നെ ചിലപ്പോൾ ഹറാമായത് അതിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് നമ്മളെ കണ്ണുകൾ ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അനാവശ്യത്തിലേക്ക് കടക്കും. അതുപോലെ തന്നെയാണ് ഭക്ഷണം, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഭക്ഷണം അമിതമായാൽ ഇബാദത്തുകൾക്കുള്ള ഉന്മേഷവും താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമുക്ക് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനുമേ ശരീരം പറയുകയുള്ളൂ. ഒരുപാട് നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ സഹോദരങ്ങളെ, സംസാരം പറഞ്ഞതുപോലെ വെറുതെ സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല. അമിതമായി സംസാരിക്കരുത്, സംസാരം കുറക്കണം, ആവശ്യത്തിന് സംസാരിക്കാൻ പാടുള്ളൂ. ശരിയാണ്, ഒരു അതിഥി വന്നാൽ, വിരുന്നുകാർ വന്നാൽ, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഒരൽപ്പം സംസാരിക്കാം. വിരുന്നുകാരൻ വന്നാൽ നിന്നിട്ടിരുന്നാലോ? അതുപോലെ ഇണകളോട് സംസാരിക്കണം. ഇത് ഇന്നത്തെ കാലത്ത് നേരെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊന്നും
പലപ്പോഴും നമ്മൾ മിണ്ടുകയില്ല. വന്നാളും ഫോൺ എടുക്കും, നമ്മളും ഫോൺ എടുക്കും. ഇടയ്ക്ക് അങ്ങനെയാണല്ലേ എന്ന് വയ്ക്കും. അതേപോലെ തന്നെയാണ് ഭാര്യമാരോട്, ഇണകളോട് ധാരാളമായി സംസാരിക്കണം. ഇന്ന് നമ്മിൽ പലർക്കും സമയമില്ലാത്തത് അതിനാണ്. ബാക്കി ആര് വിളിച്ചാലും എടുത്ത് മണിക്കൂറോളം നമ്മൾ സംസാരിക്കും. ഭാര്യ വിളിച്ചാലോ നല്ല തിരക്കിലാണ്, കട്ടി കിടക്കും. ഒരു തിരക്കുണ്ടാവില്ല. എന്താ തിരക്ക്? അവിടെ കമ്പനി അടിക്കലാണ്, വേറൊരു പണിയൊന്നുമില്ല. അത് പാടില്ല. ആവശ്യത്തിനുള്ള സംസാരങ്ങൾ അത് വേണം. എന്നാൽ അനാവശ്യമായി വെറുതെ വർത്തമാനം പറയാന്നുള്ളത് പാടില്ല. ആ കാര്യങ്ങൾ തിന്മയിലേക്ക് നമ്മെ വീഴ്ത്തും എന്നതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഒരു സൂക്ഷ്മത എന്ന നിലക്ക് ഒഴിവാക്കേണ്ടതാണ് നമ്മൾ. അനാവശ്യമായ നോട്ടങ്ങളും അമിതമായ ഭക്ഷണവും അമിതമായ സംസാരങ്ങളും അമിതമായ കൂടിച്ചേരലുകളും, കമ്പനി അടി, എന്തിനും കമ്പനി, അത് പാടില്ലാത്തതാണ്. അത് സൂക്ഷ്മതയാണ്. അത് തുടക്കത്തിൽ സൂക്ഷിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. 10ാമത്തെ കാര്യം, അള്ളാഹുവിനെ ധാരാളമായി ദിക്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമം ഉള്ള സ്ഥലത്ത് പിശാചിന് സ്ഥാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ദിനേന രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനവധി ദിക്ർ ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മുറ പോലെ നിർവഹിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക എന്നത്, ദിക്ർ ചെയ്യുക എന്നുള്ളത് പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാകവചമാണ്. കാരണം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തിയിട്ടാണ് നമ്മുടെ മുഖ്യ ശത്രു പുറത്തേക്കിറങ്ങിയത്. എന്നാൽ അതോടൊപ്പം അവൻ അള്ളാഹുവിനോട് പറഞ്ഞ കാര്യം, നീ ഇഖ്ലാസ് നൽകിയ നിൻ്റെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നവൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള അടിമകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇന്ന ഇബാദി, തീർച്ചയായും എൻ്റെ അടിമകൾ. അവിടെ ഇബാദി, എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ വിശ്വാസികളായ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന മുത്തഖീങ്ങളായ അടിമകളെക്കുറിച്ചാണ്. പൊതുവേ ഉള്ള ഇബാദുകളെക്കുറിച്ചല്ല ആ പറഞ്ഞത്. ആ അടിമകളുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു അധികാരവുമില്ല എന്ന് അള്ളാഹു അവനോട് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ സഹോദരങ്ങളെ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ അത് നമ്മൾ പഠിച്ചു പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. രാവിലെ നേരം പുലർന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് ദിക്റുകളുണ്ട്. ഓരോ വ്യത്യസ്ത സന്ദർഭങ്ങളിലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയാൽ വരെ ദിക്റുകളുണ്ട്. നേരത്തെ നമ്മൾ കേട്ടു. എല്ലാ സമയത്തും ദിക്റിലായി മുന്നോട്ട് പോവാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം. ദിക്റുകൾ നമുക്ക് ശാന്തിയും സമാധാനവും നൽകും. നേരത്തെ പറഞ്ഞില്ലേ, അതുണ്ടായാലേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും ഒക്കെ സമാധാനമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ദിക്റിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, നാം അവർക്ക് ഖരീനായി, കൂട്ടാളിയായി പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. പിന്നെ പിശാചായിരിക്കും കൂട്ടുകാരൻ. ശൈത്താൻ ഒരിക്കലും നമുക്ക് സമാധാനം നൽകുകയില്ല, നമ്മെ നല്ല വഴിയിലേക്ക് നടത്തുകയില്ല. മറിച്ച് സിറാത്തുൽ മുസ്തഖീമിന് കുറുകെയിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ വഴി തെറ്റുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുക. നേരായ പാതയാണ് സിറാത്തുൽ മുസ്തഖീം.
അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുമ്പോൾ തിരിഞ്ഞു നോക്കുക, പുനർവിചിന്തനം നടത്തുക. ഞാൻ ആരുടെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന്, എന്താണതിൻ്റെ കാരണമെന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക, പുനർവിചിന്തനം നടത്തുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്റിൻ്റെ കിതാബുകൾ ഇന്ന് കിട്ടും. അൽഹംദുലില്ലാ, ചെറിയ പുസ്തകങ്ങളുണ്ട് ഇന്ന്. അൽഹംദുലില്ലാ, പുസ്തകങ്ങളിൽ മാത്രമല്ല, മൊബൈലിൽ വിശ്വസ്തരായ ആളുകൾ ഇറക്കിയിട്ടുള്ള ആപ്പ് വരെയുണ്ട്. എവിടെ നിന്നും നമുക്കത് വായിക്കാനും ചൊല്ലാനുമൊക്കെ സാധിക്കും. അത്ര എളുപ്പമാണ് അൽഹംദുലില്ലാ. എന്നിട്ടും ദിക്റുകളൊന്നുമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ സമാധാനമില്ല എന്ന് പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 10 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച മുഖ്യ ശത്രുവിൽ നിന്നുള്ള രക്ഷാ കവചമാണ്. നമ്മളത് ഉൾക്കൊള്ളുകയും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും, അത് മനുഷ്യരിലെ പിശാചുക്കളാകട്ടെ, യഥാർത്ഥ ശരിയായ പിശാചുക്കളാവട്ടെ, എല്ലാറ്റിൻ്റെയും ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളായ ആളുകൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളും മനപ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ശിഫാ നൽകി അനുഗ്രഹിക്കുകയും ആശ്വാസവും തുറവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മസ്ജിദിൽ വരുന്ന, പ്രത്യേകിച്ച് ജുമുഅകളിലും ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുക്കുന്ന പ്രായമുള്ള ഒരു കാരണവർ, മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേറൊരു പ്രായമുള്ള ഒരു സഹോദരനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മെപ്പോലെ ഈ ഇരുന്നത് പോലെ ഇരുന്ന് കേൾക്കുകയും നമ്മോട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത ആളുകളാണവർ. മരണം നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ ആ മരണ വാർത്ത അത് കേൾക്കുമ്പോഴുള്ള പ്രയാസം, അത് സഹോദരങ്ങളെ നമുക്കുള്ള ചിന്തകളാണ്, ഉണർത്തലുകളാണ്. നാളെ നമ്മൾ ഖബറിൽ പോയി കിടന്നാലും ഇതുപോലെ ആളുകൾ പറയും, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അയാൾ മരിച്ചുപോയി. അങ്ങനെ പറയുമ്പോൾ ആ പോയി കിടക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും മഗ്ഫിറത്തുമൊക്കെ കിട്ടാനുള്ള നിലവാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. മരിക്കാൻ പേടിയൊന്നുമില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ മരിക്കുമ്പോൾ എന്തുണ്ട് എന്നതൊരു ചോദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിലായി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുക എന്നത് വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ, ഈ പറയപ്പെട്ട ആളുകൾ അവരുടെ പ്രത്യക്ഷത്തിൽ കണ്ടത് നിസ്കാരവും ദീനുമായിട്ട് നടക്കുന്നതാണ്. വലിയ കാര്യമാണത്. ദീനിലായിക്കൊണ്ട് പ്രായം ചെല്ലുക, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് താടിയും മുടിയും നരച്ച് അങ്ങനെ ജീവിക്കുക എന്നത്, അതിലായിട്ട് മരിക്കുക എന്നത് വലിയ കാര്യമാണത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇസ്തിഖാമത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ പ്രത്യേകമായി നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അവർക്ക് അള്ളാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.